ശ്രീ ശങ്കുട്ടി ദാസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ BJP സ്ഥാനാർത്ഥി കൂടിയായ നരേന്ദ്രമോദിയുടെ സ്വകാര്യ ധ്യാനത്തിന് ഖജനാവിന് എത്ര ലക്ഷം രൂപ ചെലവ് വരും? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം പറയാൻ നിങ്ങളൊരു വിവരാവകാശ രേഖ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് വിവരം കിട്ടും. ഈ ഘട്ടത്തിൽ എനിക്ക് അതിനുള്ള ഉത്തരവില്ല. എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ വളരെ സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സന്ദർശനം മാത്രമാണ്. മറ്റ് പ്രധാനമന്ത്രിമാരും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം സുവർണ്ണക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അതിനു മുൻപ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സ്ഥലത്ത് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നാളെ അവസാനഘട്ട പോളിംഗ് വാരണാസിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാരണാസി മണ്ഡലത്തിൽ നടക്കാനിരിക്കെ നരേന്ദ്രമോദി എന്ന NDAയുടെ സ്ഥാനാർത്ഥി കന്യാകുമാരിയിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയതിന്റെ ചെലവ് വഹിക്കുക സർക്കാരായിരിക്കുമോ അതോ നരേന്ദ്രമോദി ആയിരിക്കുമോ? അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ യാത്ര ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചെലവ് സാധാരണഗതിയിൽ നരേന്ദ്രമോദിയുടെ യാത്രയുടെ ചെലവുകൾ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ചെലവ് പോലും അദ്ദേഹം സ്വന്തമായിട്ടാണ് വഹിക്കുന്നത്. അദ്ദേഹം അതിന് ഖജനാവിനെ ഉപയോഗിക്കുന്നില്ല എന്നത് വിവരാവകാശ രേഖ പ്രകാരം മുന്നേ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ആ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള സുതാര്യതയും ആദർശവും പുലർത്തുന്ന ആളാണ് നരേന്ദ്രമോദി. എന്നാൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം പൊസിഷനാണ്. പ്രധാനമന്ത്രി 2 ദിവസം ധ്യാനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ആ ഓഫീസ് വെക്കേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ദീർഘമായിട്ടുള്ള ഒരു 2 മാസം നീണ്ടുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഒരു വിശ്രമമാണ് എടുക്കുന്നത്. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കേദാർനാഥിലെ രുദ്രഗുഹയിൽ 17 മണിക്കൂർ ധ്യാനത്തിൽ ഇരിക്കുകയുണ്ടായി. 2014 പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗറിൽ ഛത്രപതി ശിവാജി മഹാരാജുമായി ബന്ധപ്പെട്ട പ്രതാപ്ഗറിൽ അദ്ദേഹം ഒരു ദിവസം ധ്യാനം ഇരിക്കുകയുണ്ടായി. വ്യക്തിപരമായി അദ്ദേഹം ഈ ഒരു സന്യാസ മാർഗത്തോട് വലിയ ആകൃഷ്ടനായിട്ടുള്ള ഒരാളാണ്. നമുക്കറിയാം അദ്ദേഹം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കുടുംബമെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. ശങ്കുട്ടി ദാസ്, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു എന്നാണ്. കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസം, എനിക്ക്, എൻ്റേത്, എനിക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ന്യാസമാണ്. രാജ്യത്തെ നിസ്വാർത്ഥനായി നിഷ്കാമകർമ്മിയായി സേവിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അദ്ദേഹം അവിടെ സന്യാസി തന്നെയാണ്. ജനകനെ നമ്മൾ രാജർഷി എന്നാണ് വിളിക്കുന്നത്. രാജാക്കന്മാർക്കിടയിലെ ഋഷിയാണ്. ജനകൻ രാജാവായിരിക്കുമ്പോൾ പോലും രാജാധികാരത്തിൽ ഭ്രമിക്കാതെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡിക്ലറേഷനിൽ സെൽഫ് ഡിക്ലറേഷൻ ആണല്ലോ അദ്ദേഹം നടത്തുന്നത്. സ്വന്തം സ്വത്ത്, സ്വന്തം കാര്യങ്ങൾ, സ്വന്തം വിവരങ്ങളൊക്കെയാണല്ലോ വെളിപ്പെടുത്തുക. സന്യാസിക്ക് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം സന്യാസത്തിലേക്ക് തിരിഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം അൽമോറയിലും അതേപോലെ തന്നെ രാജ്കോട്ടിലും. അതായിക്കോട്ടെ, അതൊക്കെ നരേന്ദ്രമോദിയുടെ കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വകാര്യ സന്ദർശനത്തിലെ ധ്യാനത്തിന് എത്ര പണം മുടക്കുന്നു എന്നറിയാനുള്ള അവകാശം എനിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങേക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞാൻ അതാണ് അങ്ങയുടെ ആദ്യമേ പറഞ്ഞത്. ആ കാര്യവുമായി ശരി, അങ്ങനെയാണെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് ചെലവിട്ടാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വാരണാസിയിലെ BJP സ്ഥാനാർത്ഥി കൂടിയായ നരേന്ദ്രമോദി സ്വകാര്യ സന്ദർശനത്തിലെത്തിയ ആ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങളിലും ഒപ്പം പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും അടക്കം 57 മണ്ഡലങ്ങളിലും വിവിധ ചാനലുകളും ഒപ്പം തന്നെ BJPയുടെ ഫേസ്ബുക്കിലും BJPയുടെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും കൂടി തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ആയുധം കൂടിയായി മാറുന്നു. സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അത്തരം പണം മുടക്കി ഒരു പ്രചരണത്തിൽ 48 മണിക്കൂർ പരസ്യപ്രചരണം അവസാനിച്ചതിന് ശേഷം ഏർപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ലേ? അങ്ങയുടെ ചോദ്യം വളരെ കൗതുകരമാണ്. നരേന്ദ്രമോദി ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്ത് പോയിട്ട് ധ്യാനത്തിൽ ഇരിക്കുന്നത്, മൗനവ്രതം ആചരിക്കുന്നത് പ്രചരണമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നരേന്ദ്രമോദി പല വേദികളിൽ സംസാരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ആഘോഷിക്കും. അദ്ദേഹത്തിന്റെ ഓരോ നടപ്പും ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം കാണുന്ന ആളുകളാണ്. എങ്ങനെയാണത് സ്വകാര്യമല്ലാതാവുന്നത്? നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യം. ആ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നതിന് 6 ക്യാമറകൾ എന്തിനാണ് ശങ്കുട്ടി ദാസ്? സന്ദേശ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട്
നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് രാജ്യവും ലോകവും മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള സന്ദർശനം നടത്തുമ്പോൾ പോലും അതിലൊരു വാർത്തയുടെ മൂല്യമുണ്ട്, അതിൽ വാർത്തയുടെ സാധ്യതയുണ്ടെന്ന് കണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പുറകെ പോകും. നിങ്ങളും ഇന്ന് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ നരേന്ദ്രമോദിയുടെ കന്യാകുമാരി ഞങ്ങൾ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ പകർത്താൻ പോയപ്പോൾ ഞങ്ങൾ കണ്ടതുകൂടി ശങ്കുട്ടിദാസിനെ ഞങ്ങൾ കാണിക്കാം. ആ ദൃശ്യങ്ങളൊന്ന് കാണുന്നു. ഇതാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രിയുടെ മുന്നിലും പിന്നിലും ഇടതുവശത്തും ഒക്കെയായി പാർശ്വഭാഗങ്ങളിലും ഒക്കെയായി ഏകദേശം 25ഓളം ക്യാമറാമാൻമാർ പല തലങ്ങളിൽ നിന്നുകൊണ്ട് ദൃശ്യങ്ങൾ എടുക്കുന്ന ചിത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് ദൂരെ നിന്നാണ് ഞങ്ങളുടെ ക്യാമറ ആംഗിളുകളിൽ കിട്ടിയത്. അതിനുശേഷം പ്രധാനമന്ത്രി ഓഫീസിന്റെ ഒരു നിമിഷം ശങ്കുട്ടിദാസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പിന്നീട് ആ ദൃശ്യങ്ങൾ ചെയ്തു. നോക്കൂ, എത്ര ആംഗിളുകളിലാണ് ഈ ക്യാമറകൾ ചലിക്കുന്നത്, എത്രയെത്ര സ്ഥലങ്ങളിൽ ഇരുന്നാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ഇതൊക്കെ കേവലം യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കേണ്ടി വരുമോ ശങ്കുട്ടിദാസ്? നിങ്ങൾ യാദൃശ്ചികമാണെന്നോ ബോധപൂർവമാണെന്നോ എങ്ങനെ വേണേലും വിശ്വസിച്ചോളൂ. പക്ഷേ ഇത് ഈ പറയുന്ന 25 ക്യാമറകളും PMO ഏർപ്പാടാക്കിയിട്ടുള്ള ക്യാമറകളാണോ? ഈ 25 ക്യാമറകളും നരേന്ദ്രമോദി താൻ വരുമ്പോൾ തന്റെ കൂടെ ഒരു സ്വകാര്യ ചാനലിനെയും അവിടെ ഘടിപ്പിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തെയും ആ ഈ പറയുന്ന വിവേകാനന്ദ പാറയിലെ ഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആരാണ് അത് ഒരുക്കിയിരിക്കുന്നത്? എല്ലാ ചാനലുകാരും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ രാവിലെ മുതൽ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഏത് ഏജൻസിയാണ് ശങ്കുട്ടിദാസ് ഏൽപ്പിച്ചിട്ടുണ്ടാവുക? ഏത് ഏജൻസി ആയിരിക്കും പ്രധാനമന്ത്രിയുടെ സ്വകാര്യത പകർത്താൻ തീരുമാനിച്ചത്? അത് ശരിയാണോ? നോക്കൂ, അങ്ങയുടെ ചോദ്യം വളരെ ബാലിശമാണ്. PMOയ്ക്ക് സ്വന്തമായിട്ടൊരു മീഡിയ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അങ്ങ് പ്രധാനമന്ത്രിയുടെ യാത്രയുടെ പ്രോട്ടോകോൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ യാത്രയുടെ എല്ലാ ഫോട്ടോസും കവർ ചെയ്യുന്നത് അത് പ്രധാനമന്ത്രിയുടെ പരസ്യ സന്ദർശനമോ ഔദ്യോഗിക സന്ദർശനമോ അല്ല. താങ്കൾ തന്നെ പറയുന്നു നരേന്ദ്രമോദിയുടെ സ്വകാര്യ സന്ദർശനമാണ്. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിനാണ് ക്യാമറ ക്രൂവിനെ ഏർപ്പാടാക്കിയത്? നോക്കൂ, നരേന്ദ്രമോദി സ്വകാര്യ സന്ദർശനം നടത്തുമ്പോഴും തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനം നടത്തുമ്പോഴും അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന ചുമതലയിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ്. ആ സമയത്ത് അദ്ദേഹം PM എന്ന് പറയുന്ന പോസ്റ്റ് വെക്കേറ്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിന്റെ പാരഫെർമേലിയ മുഴുവൻ അദ്ദേഹത്തെ അനുഗമിക്കും. അദ്ദേഹം ഇന്ന് കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോയത് നേവിയുടെ ഷിപ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാരഫെർമേലിയും മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് വിവേകാനന്ദനെ പോലെ നീന്തി വിവേകാനന്ദ പാറയിൽ പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായി വാഹനം വേണം. അത് നേവൽ ഷിപ്പ് കൊടുത്തു, മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു ധ്യാനത്തിന്, ഏകാന്ത ധ്യാനത്തിന്, സ്വകാര്യ ധ്യാനത്തിന് ഈ ക്യാമറ എങ്ങനെയാണ് ഒരു പാരാഫെർനാലിയ ആവുന്നത് ശ്രീ ശങ്കുട്ടിദാസ്? ഞാൻ അതിനൊരു ഉത്തരം പറയാം. പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിലെ യുക്തി എന്ന് പറയുന്നത് നരേന്ദ്രമോദി സ്വകാര്യ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റിന്റെ യാതൊരു വിധത്തിലുള്ള സംരക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ സംരക്ഷണം കൊടുക്കണം, തീർച്ചയായും ആവശ്യമില്ല. ആ സംരക്ഷണത്തിന് ഒരു അണുവിട പോലും വ്യതിചലിക്കാൻ പാടില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ സംരക്ഷിക്കണം, അതിനകത്ത് ആർക്കും സംശയമില്ല. പക്ഷെ ക്യാമറ കൊണ്ട് എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുക ശങ്കുട്ടിദാസ്? നിങ്ങൾ തുടർച്ചയായിട്ട് ചോദ്യം ചോദിക്കാതെ എനിക്ക് ഉത്തരം പറയാനുള്ള സമയം കൂടി തരൂ. ഞാൻ അങ്ങയുടെ ചോദ്യം കേട്ടപ്പോൾ മനസ്സിലാക്കിയത് സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് നരേന്ദ്രമോദി ഒരു ട്രെയിൻ പിടിച്ച് കന്യാകുമാരി വന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ദൂരം നടന്നു പോയിട്ട് വിവേകാനന്ദ പാറയിലേക്ക് നീന്തി കയറണമായിരുന്നു എന്നാണ്. അത് സാധിക്കില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. സ്വകാര്യ സന്ദർശനമാവട്ടെ ഔദ്യോഗിക സന്ദർശനമാവട്ടെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. അതൊരു കാര്യം. രണ്ട്, നരേന്ദ്രമോദിയുടെ യാത്രയുടെ മൂല്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മാൽഡീവ്സുമായിട്ട് ഇന്ത്യക്ക് ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടായ സമയത്ത് നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് ഒരു പകൽ സന്ദർശനം നടത്തുകയാണ് ചെയ്തത്. നരേന്ദ്രമോദി ഒരു പകൽ ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയപ്പോൾ ഏറ്റവും പ്രിഫേർഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാൽദീവ്സിനെ മറികടന്നുകൊണ്ട് ലക്ഷദ്വീപ് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷം 2019 നരേന്ദ്രമോദി കേദാർനാഥിലെ രുദ്രഗുഹയിൽ പോയി 17 മണിക്കൂർ ധ്യാനത്തിലിരുന്നു. ഇന്ന് ആ രുദ്രഗുഹ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യപ്പെടുന്ന, അതായത് അരമണിക്കൂറിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ ചെലവാക്കാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ലക്ഷദ്വീപിലെ ടൂറിസം ആക്കാൻ വേണ്ടി പോയതുപോലെ ഒരു ഔദ്യോഗിക സന്ദർശനമായിരുന്നോ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലേക്ക് നരേന്ദ്രമോദി നടത്തിയത്? ഈ കാര്യങ്ങളെല്ലാം വളരെ സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരൊറ്റ തലത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും ലെയേർഡ് ആണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ആ മറുപടി കിട്ടിയത് അതൊരു സിംഗിൾ ലെയർ അല്ല, അത് കേവലം ഒരു സ്വകാര്യ സന്ദർശനം മാത്രമല്ല. അതിന് പല അടരുകളുണ്ട്. ആ അടരുകളിൽ ഒന്ന് ടൂറിസം എക്സ്പാൻഷൻ ആണ്. ആ അടരുകളിൽ ഒന്ന് കന്യാകുമാരിയും വിവേകാനന്ദ പാറയും പ്രചാരത്തിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കാം. അതിലൊന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ പരസ്യ പ്രചരണമാണ് അല്ലെങ്കിൽ നിശബ്ദ പ്രചരണമാണ് എന്നുള്ളത്. ശങ്കുട്ടി